Hello everyone, welcome to Tattvam. Tattvam in Sanskrit means principle, reality or truth. We at Tattvam are interested in the pursuit of ancient language studies, esoteric art, culture and knowledge. In today's lecture, we bring to you the audio version of the book by Sri Unnikrishnan Ochira. The book is titled Agashathu Rashchakram Varachadara. It is recited and rendered by Srimati Surya Sethanathan. അധ്യായം 3 നക്ഷത്രങ്ങളും ചാന്ദ്രമാസങ്ങളും. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണെന്ന കാര്യം നാം പഠിച്ചിട്ടുണ്ട്. 27 നാളുകൾ കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്നത്. അതായത് ഉദ്ദേശം 27 ദിവസം കൊണ്ട് ആകാശത്തിൽ കൂടി ഭൂമിക്ക് ചുറ്റുമായി 360 ഡിഗ്രി കറങ്ങുന്നു എന്നർത്ഥം. അപ്പോൾ ഒരു ദിവസം ചന്ദ്രൻ ശരാശരി 360 ഡിവൈഡഡ് ബൈ 27 ഈക്വൽ ടു 13.33 ഡിഗ്രി ആകാശത്തിൽ കൂടി കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. യഥാർത്ഥത്തിൽ ചന്ദ്രൻ ഒരു ദിവസം കൊണ്ട് സഞ്ചരിക്കുന്ന ഈ ദൂരത്തെയാണ് ഒരു നാൾ അല്ലെങ്കിൽ ഒരു നക്ഷത്രമെന്ന് പറയുന്നത്. അപ്പോൾ ജ്യോതിശാസ്ത്രത്തിൽ ഒരു നക്ഷത്രമെന്ന് പറയുമ്പോൾ അത് മിന്നിത്തിളങ്ങുന്ന ഒരു ബിന്ദുവായല്ല കാണേണ്ടത്, മറിച്ച് ആകാശത്തിലെ 13.33 ഡിഗ്രി ഭാഗമായാണ്. 12 രാശികളിലും കൂടി 27 നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഒരു രാശിയിൽ 2.25 നക്ഷത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു. മേഷം അഥവാ മേടം രാശിയിൽ അശ്വിനിയും ഭരണിയും കൃത്തികയും അഥവാ കാർത്തികയുടെ കാൽഭാഗവും വരുമ്പോൾ തൊട്ടടുത്ത ഋഷഭം രാശിയിൽ കൃത്തികയുടെ ബാക്കിയുള്ള 1/4 ഭാഗവും രോഹിണിയും മൃഗശീർഷത്തിന്റെ അഥവാ മകയിരം അരഭാഗവും വരുന്നു. മേടബിന്ദു തുടങ്ങി കിഴക്കോട്ടുള്ള ആദ്യത്തെ 13.33 ഡിഗ്രി ആകാശഭാഗത്തെ അശ്വിനി നക്ഷത്രം എന്നാണ് വിളിക്കുന്നത്. ബീറ്റ എരിറ്റീസ് അഥവാ അശ്വിനി അഥവാ അശ്വതി എന്ന നക്ഷത്രം ആ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് ആ ഭാഗത്തിന് അശ്വിനി നക്ഷത്രം എന്നു പേര് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ ഭാഗത്തും നിൽക്കുന്ന പ്രധാന നക്ഷത്രത്തിൻ്റെയോ നക്ഷത്ര സമൂഹത്തിൻ്റെയോ പേരിലായിരിക്കും ആ ഭാഗങ്ങൾ അറിയപ്പെടുക. മാത്രമല്ല ആകാശത്തു കൂടിയുള്ള ചന്ദ്രന്റെ പാതയിൽ വരുന്ന പ്രധാന നക്ഷത്രങ്ങളെ മാത്രമേ പേര് നൽകുന്നതിനായി ഭാരതീയർ തെരഞ്ഞെടുത്തിട്ടുള്ളൂ എന്നും കാണുന്നു. രാശിചക്രത്തിൽ 27 നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളിക്കുകയും ഗണനങ്ങളുടെ കാര്യത്തിൽ നക്ഷത്രങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം നൽകിയിരിക്കുന്നതും ഭാരതത്തിലാണ്. രാശികളേക്കാൾ കുറെ കൂടി സൂക്ഷ്മമായ കണക്കുകളാണ് നക്ഷത്രങ്ങൾ സ്വീകരിച്ചതുവഴി കിട്ടുക. ഭാരതമൊഴികെയുള്ള ഭാഗങ്ങളിൽ നക്ഷത്ര സങ്കല്പങ്ങൾ ഉണ്ടെങ്കിലും ഇത്രയും പ്രാധാന്യം കൊടുത്തു കാണുന്നില്ല. ചന്ദ്രനും സൂര്യനും മറ്റു ഗ്രഹങ്ങളുമൊക്കെ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ രാശിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി സൂക്ഷ്മമായ സ്ഥാനം നമുക്ക് ലഭിക്കുന്നു. ഭാരതത്തിൽ മേടബിന്ദു അഥവാ വിഷുവസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ അത് മേഷം രാശിയുടെ തുടക്കവും അശ്വിനി നക്ഷത്രത്തിന്റെ തുടക്കവുമാണെന്ന് തുടർന്നുള്ള വായനയിൽ നാം എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. ചന്ദ്രൻ ഭൂമിയെ ഉദ്ദേശം 27 ദിവസങ്ങൾ കൊണ്ട് ഒരു പ്രാവശ്യം ചുറ്റുന്നു. ഈ കാലയളവിനെ ഒരു നക്ഷത്ര ചാന്ദ്രമാസം എന്നാണ് വിളിക്കുന്നത്. അതായത് ആകാശത്ത് ഒരു നിശ്ചിത ബിന്ദുവിൽ തുടങ്ങി ഭൂമിയെ പ്രദക്ഷിണം വെച്ച് അതേ ബിന്ദുവിൽ തിരിച്ചെത്താനെടുക്കുന്ന സമയം. ഇങ്ങനെയുള്ള ചാന്ദ്രമാസങ്ങൾ കാലഗണനയ്ക്കായി ഉപയോഗിക്കുന്നില്ല. വാവുകളെ അടിസ്ഥാനമാക്കിയുള്ള ചാന്ദ്രമാസങ്ങളാണ് അതിപുരാതന കാലം മുതൽ ഭാരതത്തിൽ ഉപയോഗിച്ചു വരുന്നത്. ഒരു കറുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെയുള്ള സമയം, അല്ലെങ്കിൽ ഒരു വെളുത്തവാവ് തുടങ്ങി അടുത്ത വെളുത്തവാവ് വരെയുള്ള സമയമാണിത്. നിരീക്ഷിച്ച് അറിയാൻ ഏറ്റവും എളുപ്പമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചാന്ദ്രമാസങ്ങൾ വ്യാപകമായി ഉപയോഗത്തിലിരുന്നത്. ഇങ്ങനെയുള്ള ചാന്ദ്രമാസങ്ങളെ സംയുക്തി മാസങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന മുറയ്ക്ക് കറുത്ത വാവുകളും അഥവാ അമാവാസി, വെളുത്ത വാവുകളും അഥവാ പൗർണമി ഉണ്ടാകുന്നതായി നമുക്കറിയാം. അമാവാസിക്ക് ശേഷം ചെറിയ ചന്ദ്രക്കലയായി പടിഞ്ഞാറേ ആകാശത്ത് ഉദിക്കുന്ന ചന്ദ്രൻ ക്രമേണ വളരുകയും കിഴക്കോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ഉദ്ദേശം 15 ദിവസം കൊണ്ട് അത് പൂർണ്ണ ചന്ദ്രനായി കിഴക്കേ ആകാശത്തിൽ ഉദിക്കുന്നു. ഈ ദിവസത്തെ പൗർണമി എന്നാണ് വിളിക്കുന്നത്. പൗർണമിക്ക് ശേഷം ചന്ദ്രന്റെ വലിപ്പം ക്രമേണ കുറഞ്ഞു വരികയും ഉദ്ദേശം 15 ദിവസം കഴിയുമ്പോൾ ചന്ദ്രനെ പൂർണ്ണമായും കാണാൻ സാധിക്കാത്ത ഒരു ദിവസം വരികയും ചെയ്യുന്നു. ആ ദിവസമാണ് അമാവാസി. നേരത്തെ സൂചിപ്പിച്ച സംയുക്തി മാസങ്ങൾക്ക്
29.53 ദിവസങ്ങളാണുള്ളത്. നക്ഷത്ര ചാന്ദ്രമാസത്തിന് 27.3 ദിവസമായിരിക്കുമ്പോൾ സംയുക്തി മാസത്തിന് 29.53 ദിവസങ്ങൾ ഉണ്ടായത് എന്താണെന്ന സംശയമുണ്ടാകാം. ഭൂമിയെ അപേക്ഷിച്ച് സൂര്യന്റെ സ്ഥാനം ചന്ദ്രന്റെ ഒരു ഭ്രമണകാലം കൊണ്ട് മാറുന്നതിനാലാണ് നക്ഷത്ര ചാന്ദ്രമാസങ്ങളും സംയുക്തി മാസങ്ങളും ദിവസങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഉത്തര പശ്ചിമ ഭാരതത്തിൽ ഇപ്പോഴും സംയുക്തി മാസങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചൈത്രവും വൈശാഖവുമൊക്കെ ചാന്ദ്രമാസങ്ങളാണ്. പഴയ ശകവർഷ കലണ്ടറും വിക്രമ സംവത്സര കലണ്ടറുകളിലുമൊക്കെ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ചാന്ദ്രമാസങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഉപയോഗത്തിലിരിക്കുന്ന ചാന്ദ്ര സംയുക്തി മാസങ്ങൾ ഇനി പറയുന്നവയാണ്: ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭാദ്രപദം, ആശ്വിനം, കാർത്തികം, ആഗ്രഹായണം, പൗഷം, മാഘം, ഫാൽഗുനം എന്നിവ. 1957 ഇന്ത്യൻ ദേശീയ ശകവർഷ കലണ്ടർ തുടങ്ങിയപ്പോൾ അഥവാ സൂര്യ കലണ്ടർ മേൽപ്പറഞ്ഞ ചാന്ദ്രമാസങ്ങളുടെ പേരുകളാണ് നൽകിയത്. അതുകൊണ്ട് ചൈത്രം എന്ന് ഇപ്പോൾ പറയുമ്പോൾ അത് ചാന്ദ്രമാസമാണോ സൂര്യമാസമാണോ എന്ന സംശയം ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. വേദിക് സൂര്യമാസങ്ങളുടെ പേരുകളായിരുന്നു ദേശീയ ശകവർഷ കലണ്ടറിന് ഏറ്റവും അനുയോജ്യം. പക്ഷെ ആ പേരുകൾ നൽകാത്തതിനാൽ നമ്മുടെ മാത്രമായ മധുമാസവും മാധവമാസവും മറ്റും വിസ്മൃതിയിലായിരിക്കുന്നു. വയലാറും പി ഭാസ്കരനും മറ്റും അവരുടെ സിനിമാ ഗാനങ്ങളിൽ ഈ മാസങ്ങളുടെ പേരുകൾ ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ളതായി കാണുന്നു. കറുത്തുവാവിനെയും വെളുത്തുവാവിനെയും അടിസ്ഥാനമായെടുത്ത് പ്രവർത്തിക്കുന്ന സംയുക്തി മാസങ്ങൾ ഉണ്ട്. ഇവയെ സാധാരണയായി കൃഷ്ണാദി, ശുക്ലാദി തുടങ്ങിയ പേരുകളിലാണ് അറിയപ്പെടുന്നത്. 29 ദിനങ്ങളും 30 ദിനങ്ങളും ഉള്ള മാസങ്ങളായാണ് ഇവ ആചരിക്കുന്നത്. ഈ മാസങ്ങൾ അനുസരിച്ച് വർഷം കണക്കാക്കുമ്പോൾ 354 ദിവസങ്ങളെ വരുന്നുള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വർഷത്തിന് 365 ദിവസങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. ആകയാൽ ഈ കലണ്ടറുകൾ ഋതുക്കളുമായി ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല. ഇവയെ ഋതുക്കളുമായി പൊരുത്തപ്പെടുത്തുവാൻ വേണ്ടി ദിവസങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതായും അധിമാസങ്ങൾ ആചരിക്കേണ്ടതായും വരാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ വ്യക്തമായ നിയമങ്ങൾ പുരാതന കാലം മുതലേ ഉണ്ടായിരുന്നു. വിക്രമ സംവത്സര വർഷം ഗ്രിഗോറിയൻ കലണ്ടറിന്റെ മുൻഗാമിയായ ജൂലിയൻ കലണ്ടറിന് മുമ്പ് തുടങ്ങിയതാണ്. ആ കലണ്ടർ ഇപ്പോഴും ഉത്തരേന്ത്യയിൽ ഉപയോഗത്തിലിരിക്കുന്നുണ്ട്. ഭാരതത്തിൽ എല്ലാ ചാന്ദ്ര സംയുക്തി മാസങ്ങളും സൂര്യരാശികളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. സൂര്യൻ മേഷം രാശിയിൽ സഞ്ചരിക്കുന്ന കാലയളവിലുള്ള ചാന്ദ്രമാസത്തെയാണ് ചൈത്രം എന്ന് വിളിക്കുന്നത്. പൗർണമി നാളിൽ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ചാന്ദ്ര സംയുക്തി മാസങ്ങൾക്ക് പേരുകൾ വന്നിരിക്കുന്നത്. സൂര്യൻ മേഷം രാശിയിൽ ഇരിക്കുമ്പോൾ പൗർണമി വരാൻ ചന്ദ്രൻ സൂര്യരാശിയുടെ 7ാം രാശിയിൽ ചിത്ര നക്ഷത്രത്തിലായിരിക്കണമെന്നതിനാൽ ആ മാസത്തിന് ചൈത്രം എന്ന പേര് ലഭിച്ചു. സൂര്യൻ ഋഷഭം രാശിയിലായിരിക്കുമ്പോൾ പൗർണമിക്ക് ചന്ദ്രൻ വിശാഖം നക്ഷത്രത്തിലായിരിക്കണം. ആകയാൽ ആ മാസത്തിന് വൈശാഖം എന്ന പേർ ലഭിച്ചിരിക്കുന്നു. ഓരോ ചാന്ദ്രമാസത്തിന്റെ പേരിലും ഈ പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. ആകയാൽ സൂര്യമാസമാകുന്ന വിജാഗിരിയിൽ തിരിയുന്ന കതകുകളാണ് ചാന്ദ്രമാസങ്ങളെന്ന് ചിലർ പറയാറുണ്ട്. അതായത് സൂര്യമാസങ്ങളില്ലാതെ ചാന്ദ്രമാസങ്ങൾക്ക് നിലനിൽപ്പില്ല. ഉത്തരേന്ത്യയിലെ മിക്ക ചാന്ദ്രമാസങ്ങളും പ്രവർത്തിക്കുന്നത് വേദിക് സൂര്യമാസങ്ങളും രാശികളും അനുസരിച്ചാണ്. നാം ശരിക്ക് പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ വേദിക് സൂര്യമാസങ്ങളും തത്തുല്യമായ രാശികളുമാണ് സായന സമ്പ്രദായം എന്ന പേരിൽ പ്രചാരത്തിലിരിക്കുന്നതെന്ന് കാണാം. പക്ഷേ സായനം പാശ്ചാത്യമാണെന്നും ആധുനികമാണെന്നുമുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത്. സായന സമ്പ്രദായം ഭാരതീയമാണെന്നും രാശിചക്രം വിഭാവനം ചെയ്തവർ ഭാരതീയരാണെന്നും അടുത്ത അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 27 നക്ഷത്രങ്ങളുടെ പേരുകൾ താഴെ കൊടുക്കുന്നു. യഥാക്രമം മലയാള നാമം, സംസ്കൃത നാമം, ജ്യോതിശാസ്ത്രനാമം. 1. അശ്വതി, അശ്വിനി, ബീറ്റ എരിറ്റിസ്. 2. ഭരണി, ഭരണി, 41 എരിറ്റിസ്. 3. കാർത്തിക, കൃത്തിക, ഈറ്റ ടോറി. 4. രോഹിണി,
രോഹിണി, ആൽഫ ടോറി. 5 മകയിരം, മൃഗശീർഷം, ലാംഡ ഓറിയോനിസ്. 6 തിരുവാതിര, ആർദ്ര, ആൽഫ ഒറിയോനിസ്. 7 പുണർദം, പുനർവസു, ബീറ്റ ജെമിനിയോറം. 8 പൂയം, പുഷ്യം, ഡെൽറ്റ ക്യാൻസറി. 9 ആയില്യം, ആശ്ലേഷം, ഈറ്റ ഹൈഡ്രെ. 10 മകം, മാഘം, ആൽഫ ലിയോണിസ്. 11 പൂരം, പൂർവ ഫാൽഗുനി, ഡെൽറ്റ ലിയോണിസ്. 12 ഉത്രം, ഉത്തര ഫാൽഗുനി, ഡെനീബല 15. 13 അത്തം, ഹസ്തം, ഡെൽറ്റ കോർവി. 14 ചിത്തിര, ചിത്ര, സ്പിക 16. 15 ചോതി, സ്വാതി, ആൽഫ ബൂട്ടിസ്. 16 വിശാഖം, വിശാഖം, ആൽഫ ലിബ്ര. 17 അനിഴം, അനുരാധ, ഡെൽറ്റ സ്കോർപ്പൈ. 18 തൃക്കേട്ട, ജ്യേഷ്ഠ, ആൽഫ സ്കോർപ്പൈ. 19 മൂലം, മൂലം, ലാംഡ സ്കോർപ്പൈ. 20 പൂരാടം, പൂർവ ആഷാഢം, ഡെൽറ്റ സാഗിറ്റേറിയ. 21 ഉത്രാടം, ഉത്തര ആഷാഢം, ഡെൽറ്റ സാഗിറ്റേറിയ. 22 തിരുവോണം, ശ്രാവണം, ആൽഫ അക്വിലാക്. 23 അവിട്ടം, ശ്രവിഷ്ടം, ബീറ്റ ഡെൽഫിനി. 24 ചതയം, ശതഭിഷജ്, ലാംഡ അക്യുറൈ. 25 പൂരുരുട്ടാതി, പൂർവ ഭാദ്രപദം, ആൽഫ പെഗാസി. 26 ഉത്രട്ടാതി, ഉത്തര ഭാദ്രപദം, ആൽഫ ആൻഡ്രോമിഡ. 27 രേവതി, രേവതി, സീറ്റ പിസിയു.